നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം RC ഗാർഡനിലേക്ക് സ്വാഗതം. പൂക്കളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. എല്ലാവർക്കും പൂക്കളെ ഇഷ്ടമാണ്. നമ്മളുടെ വീട്ടിലും അല്ലെ നമ്മളുടെ പൂന്തോട്ടത്തിലും ഇതുപോലെ ഓർക്കിഡ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളുമില്ല. അപ്പം അവർക്കായിട്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ സെയിലിൽ നമ്മൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഫലനോസിസ് ആണ്. ഫലനോസിസിൻ്റെ മെച്യൂർ പ്ലാന്റ് ആണ്. അത് ഞാൻ ഡെൻഡ്രോബിയത്തിൻ്റെ സെയിൽ വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞ പോലെ സ്പൈക്കുള്ള പ്ലാന്റുകൾ നമ്മൾ അതായത് ഫ്ലവറായ പ്ലാന്റുകൾ ഒരിക്കലും നമ്മൾ നിങ്ങൾക്കാർക്കും അയച്ചു തരില്ല. അതിൻ്റെ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ. അതായത് ഇതുപോലെ ഫ്ലവറുമായിട്ടിരിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ പറ്റുന്ന എന്താണെന്ന് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ എന്തൊക്കെയായാലും ആ സ്പൈക്ക് ഒടിഞ്ഞു പോയാൽ നമുക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മെച്യൂർ പ്ലാന്റ് ആണ്, അതായത് സ്പൈക്ക് ആവാറായത് അല്ലെ സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന പ്ലാന്റുകളാണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. എല്ലാം നല്ല ആരോഗ്യമുള്ള നല്ല വലിയ പ്ലാന്റുകളാണ്. ചിലതിൽ ദേ സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, കണ്ടോ? പ്ലാന്റ് ചെറുതാണോ എന്ന് ഓർത്ത് ആരും വിഷമിക്കേണ്ട. എല്ലാം നല്ല ആരോഗ്യമുള്ള പ്ലാന്റുകളാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ സ്പൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അപ്പം നമ്മളുടെ ഈ ഒരു പ്ലാന്റിനെ നമ്മൾ ചാർജ് ചെയ്യുന്നത് എത്രയാണെന്ന് വെച്ചാൽ 550 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഉണ്ടല്ലേ, എല്ലാം നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ. നമ്മുടെ RC ഗാർഡനിൽ ചെടി വാങ്ങിച്ചിട്ട് ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടാതായിട്ട് എനിക്കറിയില്ല, ആരും പറഞ്ഞിട്ടുമില്ല. നമ്മളുടെ പ്ലാന്റ് ഒരു പ്രാവശ്യം വാങ്ങിച്ചവർ വീണ്ടും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ സെയിലില്ലേ ഓർക്കിഡ് ഉണ്ടോ എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഫ്ലവർ പിക്ക് വേണ്ടവർ അല്ലെങ്കിൽ കാറ്റലോഗ് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗ് അയച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് ഈ ജൂൺ ജൂലൈ മാസം, അതായത് മഴ തുടങ്ങിയൊരു തണുപ്പാകുമ്പോഴത്തേനാണ് ഫലനോസിസിൻ്റെ സീസൺ വരുന്നത്. അതായത് ഫലനോസിസിൻ്റെ പൂക്കാലം ഒരു ജൂൺ ജൂലൈ മുതലാണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളുടെ ഈ സ്പൈക്ക് വന്നാൽ നമ്മൾ വെള്ളം നനയാതെ വെച്ച് കഴിഞ്ഞാൽ ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പൂവിൽ വെള്ളം വീഴരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് 6 മാസം വരെ ഒരു കുഴപ്പവുമില്ലാതെ ഈ പൂക്കൾ നിൽക്കും. നോക്ക് എത്ര നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂ കൊഴിഞ്ഞു പോകും. അത് നിങ്ങളെല്ലാവരും ഒന്ന് ഓർത്തോളുക. പിന്നെ ഫലനോസിസിന് ഇച്ചിരി കെയർ കൂടുതലാണ്, ഡെൻഡ്രോബിയം പോലെ അല്ല കേട്ടോ. ആദ്യമായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴ സമയത്തൊക്കെ വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട്, അതായത് അതിൻ്റെ ഈർപ്പം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കണ്ടമാനം വെള്ളം ഇതിന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫംഗസ് ബാധ വന്ന് പ്ലാന്റ് ഫുള്ള് പോകും. അപ്പം ഡെൻഡ്രോബിയത്തിനേക്കാളും കുറച്ചുകൂടെ നമുക്ക് ഫലനോസിസിന് കെയർ വേണം. അത് നിങ്ങളെല്ലാം ഒന്ന് ഓർത്തോണം. പക്ഷേ ഡെൻഡ്രോബിയത്തിന് നല്ല വെയിൽ വേണം. ഇതിന് നമുക്ക് വെയിൽ വേണ്ട, വെട്ടം മതി. അതായത് വെളിച്ചം വേണം. ഇരുണ്ട സ്ഥലത്ത് കൊണ്ട് ഇടരുത്. അത്യാവശ്യം പ്രകാശം വേണം ഇതിന്. പക്ഷേ ബ്രൈറ്റ് സൺലൈറ്റ് ഒരിക്കലും ഫലനോസിസിന് വേണ്ട. അതിൻ്റെ വേരുകൾ, തണ്ടുകളും ഇലകളും ഒക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ ഇച്ചിരി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ഇത്രയും നല്ല പൂക്കൾ തരുന്ന പ്ലാന്റ് അല്ലേ, അപ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ചാൽ എന്താ കുഴപ്പമല്ലേ? അപ്പോൾ ആവശ്യക്കാർ നമ്മളെ വാട്സാപ്പിലൂടെയോ വിളിച്ചോ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവർക്കും പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും. എല്ലാവർക്കും ഉള്ള പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം.